അന്തരിച്ച ഷിബു സോറൻ അന്ത്യാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മകനും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ മോദിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഷിബു സോറൻ ഇന്ന് രാവിലെയാണ് മരിച്ചത്. വിവരങ്ങളുമായി അഖില CP ആണ് ചേരുന്നത്. അഖില, ജാർഖണ്ഡിലെ സമുന്നതനായ നേതാവിനാണ് നാടിപ്പോൾ വിട നൽകുന്നത്. ഏതു രീതിയിലാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്? തീർച്ചയായും വലിയ സമുന്നതനായ ഒരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ആദിവാസി ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന നേതാവാണ് ഷിബു സോറൻ. അദ്ദേഹമാണ് ഇന്ന് രാവിലെയോടുകൂടെ മരണത്തിന് കീഴടങ്ങിയത്. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആശുപത്രിയിലെത്തി, ഡൽഹി ആശുപത്രിയിലെത്തി ഹേമന്ത് സോറൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ മക്കളെ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അപ്പോൾ വലിയ രാഷ്ട്രീയ അധികായനാണ് വിടവാങ്ങുന്നത്. ആദിവാസി ജനവിഭാഗങ്ങൾക്കിടയിൽ ആദിവാസികളെ സംഘടിപ്പിച്ച്, ദളിതരെ സംഘടിപ്പിച്ച് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ച ഒരു സമര നായകൻ കൂടിയായിരുന്നു ഷിബു സോറൻ. അദ്ദേഹമാണ് ഇന്ന് വിടവാങ്ങിയിരിക്കുന്നത്. 81 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഈ പറയുന്നത് പോലെ വൃക്കസംബന്ധമായ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുമായി അദ്ദേഹം ഏറെക്കാലം ചികിത്സയിലായിരുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു. ബീഹാറിൽ നിന്ന് വിഭജിച്ച് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച അദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും കൊണ്ടുമാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അത്തരത്തിൽ ഒരുപാട് സ്വാധീനമുള്ള ഒരു നേതാവാണ് ഇന്ന് വിട വാങ്ങിയിരിക്കുന്നത്. മാത്രമല്ല 3 തവണയാണ് ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായത്. 7ഓളം തവണ ലോക്സഭ അംഗമായി. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അധികായനായിട്ടുള്ള ആദിവാസി ജനവിഭാഗങ്ങളെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ. അദ്ദേഹത്തിനെ അവസാന നോക്ക് കാണുവാനായി ആശുപത്രിയിലേക്ക് എത്തി. ആ വിവരങ്ങളാണ് അഖില CP നൽകിയത്.